ഞാൻ പോവാ. എന്തോ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വന്നാ ആളെ പേടിപ്പിക്കണ്. ഇജ്ജെന്ത് ഓടണേ? ഞാൻ ഓടുന്താ ചേട്ടാ. അല്ലാ പെണ്ണ് പോയാ. ഏത്? ഞാൻ കല്യാണം ആലോചിച്ചില്ലേ, ആ പെണ്ണ് പെരേക്ക് വന്നിക്കണ്. അതന്നെയാണെന്ന് അങ്ങോട്ട് പോണണ്ടിക്കണ്. പോയാ. അല്ലാ ഇമ്മ എന്നോട് പറയാന് പെണ്ണ് പറഞ്ഞിട്ട് പെരേല് വന്നിട്ട് പറഞ്ഞേ, നിങ്ങളെ ചെക്കൻക്ക് പിരാന്താണെങ്കിലേ വല്ല ആസ്പത്രി കൊണ്ടുപോയി കാണിച്ചോണ്ട്. ആ പെണ്ണ് പറയാ, ആ പെണ്ണി നടക്കാൻ പറ്റണില്ല എത്ര. ഞാൻ ആ പെണ്ണിനെ തന്നെ വേണമെന്നു കല്യാണം കഴിക്കുന്നത് ചീരി പൊളിച്ചില്ലേ. ആ പെണ്ണിനോട് ആരൊക്കെ ചെന്ന് പറഞ്ഞത്ര. ആ കുഞ്ഞാപ്പുണ്ട് അന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നടന്ന് പറയുന്നു. അപ്പൊ ആ പെണ്ണ് അറിയാലോ, ഉമ്മാനോട് പറയാലോ, നിങ്ങളെ ഈ ചെക്കനെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ തീവണ്ടിക്ക് തലയൊക്കെ നല്ലത്. നിങ്ങളെ മകനെ മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് നിങ്ങളെ മകന് വല്ലാതെ ആക്കണമെങ്കിൽ ഞാൻ ചൂലി കെട്ടിട്ട് അടിക്കും. ചെക്കനെ ഇപ്പൊ തന്നെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയിക്കോളി, എന്റെ തനി രൂപം നിങ്ങൾ അറിയില്ല. അത് ശരിയാ, ഇവിടേക്ക് തെരഞ്ഞു വന്നല്ലേ. ഞാന് ആ പെണ്ണ് അന്ന് വരുമ്പോ തന്നെ കണ്ടിക്കണ്. ഞാന് വരുമ്പോ അങ്ങനെ പോണ്ട്. ഞാൻ ഓടിയതാണ്. ഞാൻ വിചാരിച്ച പെണ്ണിന് ഇന്നെ ഇഷ്ടാവൂന്ന് വിചാരിച്ചേ. ഉമ്മ എന്നോട് പറയും, ഞാപ്പോ അത് വേണ്ടടാ അത് വേണ്ടടാ, ആ പെണ്ണിനെ അന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇമ്മക്ക് അസൂയ കൊണ്ട് പറയാണെന്ന്. ആ പെണ്ണ് ഇന്നാൾ ഞാൻ കണ്ടപ്പോ ചിരിച്ചില്ലേ. അപ്പം ഞാൻ ഉമ്മാട് പറഞ്ഞു, ഉമ്മ പറഞ്ഞു ഇജ്ജ് എന്തിനാ ഓനെ നാളെ കണ്ട് ചിരിച്ചിന്ന് ചോദിച്ചു. അപ്പൊ പെണ്ണുരല്ലോ, നിങ്ങളെ മകനെ കണ്ട ആരാ ചിരിക്കാത്തത്? ഒരു കോമാളി പോലത്തെ കണ്ട ആരാ ചിരിക്കാത്തതെന്ന്. അപ്പൊ ഞാൻ മേജിന്ന പെണ്ണിന് ഇഷ്ടം കൊണ്ട് ചിരിച്ചാന്ന് വിചാരിച്ചടാ. അപ്പൊ ഉമ്മ അറിയാ അനക്ക് ഇഷ്ടമുണ്ടെന്നല്ലേ ഓൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെണ്ണെടുത്തേക്കാരാളാ ഇഷ്ടപ്പെടുത്തിട്ട് എല്ലാരും കല്യാണം കഴിക്കാൻ പറ്റുമോ? അങ്ങനെ ഇഷ്ടപ്പെടുന്ന എല്ലാരും കല്യാണം കഴിക്കാൻ പാടുമോ? അതും ശരിയാണ്. ആ പെണ്ണ് ഞാനെത്ര ഞാൻ ഓനെ കണ്ടപ്പോ എന്റെ ഒരു ആങ്ങളെ പോലെ കരുതി. നിങ്ങൾ അയച്ചിട്ട് ഇനി പെണ്ണ് എനക്ക് ഇങ്ങോട്ട് വരിക. അപ്പൊ ഡോക്ടറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് ചോദിച്ചില്ലേ. അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഡോക്ടറെ വിളിച്ചാൽ ഇമ്മ ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞാലേന്ന്. അപ്പൊ എന്റെ അമ്മ പൊട്ടികാളി പറഞ്ഞു ഓൻ ഡോക്ടറും കലക്ടറും ആകും. അപ്പൊ പെണ്ണിത്തരല്ല ചെക്കനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ആദ്യം കൊണ്ടിട്ട് ഡോക്ടറെ കാണിക്കുന്നുണ്ട്, ആസ്പത്രി ഇടുന്നുണ്ട്, രംഗത്തിൽ ഇടുന്നുണ്ട് ഉമ്മനെ. അമ്മ കൊറേ കെഞ്ചി പറഞ്ഞു എനിക്ക് എന്തായാലും കുഞ്ഞാപ്പിനെ കല്യാണം കഴിച്ചു. അപ്പൊ പെണ്ണ് തരല്ല, ഞാനേ എല്ലാരും അടിച്ചിട്ട് നിങ്ങൾക്ക് കുരുത്തക്കേട് തട്ടുള്ളൂ. അതോ ഇനി പറഞ്ഞാലും അടിച്ചാൽ എനിക്ക് കുരുത്തക്കാട് തട്ടുള്ളൂ. എന്റെ ഉമ്മാനോട് പറയാ മര്യാദക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇമ്മാനും മോനെ എന്താ ഞാൻ ചെയ്യണ്ട്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഒരു ഉണ്ണി മോനെ അറിഞ്ഞിക്കണ്. ഇന്ന് അറിഞ്ഞിട്ട് എന്റെ ഉമ്മാനെ ഇനി പറയാത്ത ഒന്നുമില്ല. അപ്പൊ എന്റെ ഉമ്മ എന്താ പറഞ്ഞേ, നീ എന്തായാലും വന്നല്ലേ അവളെ ചായ കുടിച്ചു കുടിക്കുന്നു. അപ്പൊ കൊറേ നേരം വന്നിട്ടല്ലേ. അപ്പൊ ഇമ്മാനെ അറിയല്ലോ, എന്റെ തല നിങ്ങൾ ഇന്നെ കളിയാക്കണോ? എന്നിട്ട് ഇന്നെ എങ്ങനെയെങ്കിലും നിങ്ങളെ മോന്റെ തലയിലെ കയറ്റാനില്ലേ, അതിപ്പോ നടക്കൂലാന്ന്. എമ്മ വിചാരിച്ചു ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെണ്ണ് സമ്മതിക്കുമല്ലോ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇമ്മാണ് ഇവിടുന്ന് പറഞ്ഞതാണ്, അങ്ങനെ ചായത്തോളിന്ന് പറഞ്ഞാലേ എങ്ങനെയും സമ്മതിക്കോട്ടെ വെച്ചിട്ട്. പക്ഷെ പെണ്ണിനെ മറക്കാൻ പറ്റണില്ലല്ലോ. പെണ്ണ് പന്നെ കണ്ടോട്ട് ചവിട്ടി കൂട്ടി കൂത്തത്ര അതും പറഞ്ഞാ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? ഞാനൊന്നും കേട്ടിട്ട് അങ്ങോട്ട് പോണുണ്ട്. എന്തായാലും പെണ്ണി ഇന്റെ അടുത്ത് വരട്ടാൻ വേണ്ടിട്ട് മുണ്ടൂല ഞാൻ. അങ്ങോട്ട് പോയിട്ട് മുണ്ടല്ലേ, ഇങ്ങോട്ട് വന്നിട്ടല്ല. പെണ്ണിഞ്ഞ് കൊറേ കാലം കഴിഞ്ഞ് പെണ്ണിക്ക് ഇഞ്ഞ് കല്യാണൊക്കെ തോന്നിയാലോ, ഡോക്ടറൊക്കെ ആയിട്ടല്ലേ, ഞാൻ ഡോക്ടറൊക്കെ ആയിട്ട് തോന്നിയാലോ, അപ്പൊ പെണ്ണിന്റെ മുണ്ടൂല. എന്റെ പേര് ഇപ്പോഴുണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിക്കണ്ട്, നെഞ്ചി അടിക്കണ്ട്, നെഞ്ചിങ്ങനെ അടിക്കുക. ആശ പോകുമ്പോ എന്റെ അമ്മ പറഞ്ഞത് അതിനോട് അപ്പഴും പറഞ്ഞാണെങ്കിൽ അതിന് വേണ്ട നീ അതിനെ ഒഴിവാക്കല്ലേ, വേറെ ആരും കല്യാണം കഴിക്കല്ലേ. അമ്മ പറഞ്ഞ ആള് പറഞ്ഞു ഓളെ കേറാപ്പിൽ ഏതൊരു പെണ്ണുണ്ടത്ര, അല്ല തിത്തിവി എന്നൊരു പെണ്ണുണ്ടത്ര, അയക്കല്ല ജോഡി വെക്കും പറഞ്ഞു. അഞ്ഞ് മാള് നാളെ ഞാന് ആ പരിപാടിക്ക് പോയപ്പോ മാളിനോട് പറഞ്ഞു, ഞാൻ അപ്പൊ എന്റെ അവിടെ തിത്തിവി ഉണ്ട് ഓളെ കെട്ടിച്ച പാത്ത് ആ പെണ്ണിനെ നോക്കാറുണ്ട്. ഇനി മാളിനോട് പറഞ്ഞു തിത്തിവിനെ കല്യാണം കഴിക്കാൻ. അല്ല ഇമ്മന്ത് പറഞ്ഞത് അതിന്റെ ശേഷനോട് ഉമ്മ കൊറേ ചീത്ത പറഞ്ഞു. ഇനി ആ പെണ്ണിട്ട് പറയണ്ടെങ്കിൽ അതിന്റെ പല്ലിയും പൊട്ടിക്കും പറഞ്ഞു. പല്ല് പൊട്ടി വെച്ച് ചോറ് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഞാൻ മനം വേണ്ടി പെണ്ണിട്ട് പറയൂല. ഈ മാള് പറഞ്ഞ തിത്തീവിനെ കല്യാണം നോക്കണം. മാള് എന്തൊക്കെ പറഞ്ഞു. ആ മാള് പറഞ്ഞ് ഓളെ കെട്ടിച്ച പാത്ത് ഒരു തിത്തീവിന്റെ അതൊക്കെ പറ്റിയത്. ഇനിയിപ്പോ ആ തിത്തീവിനെ മതിക്ക്, ഇത് വേണ്ട, ഇനി ഇതിനെ വേണ്ട.
വേണ്ട വേണ്ട എന്തിനാ പിന്നെ പേടിച്ചിട്ട് മാറിക്കണ്? ആ പണി തിരിച്ചു വന്ന് അടിച്ചാലോചിച്ചിട്ട് പേടിച്ചിട്ടാണ്. ശരി. അപ്പൊ എനിക്ക് എന്റെ കാര്യം മുഖത്ത് നോക്കി പറഞ്ഞൂടെ വേണ്ടെങ്കിലേ? വേണം അതിന്റെ മുഖത്ത് നോക്കി പ്രാവശ്യം പറഞ്ഞത്ര ഉമ്മാനോട് മക്ക മോനക്ക് ഭ്രാന്ത് അങ്ങനെ എഴുതിയിടാൻ. ശരി. എന്നാ വെക്കടാ. അല്ല ഇനി പോയിക്കണല്ലോ പിന്നെ എന്താ കൊടുക്കണേ? അതൊക്കെ പേടി മാറ്റിക്കടാ. പേടി മാറ്റി പെണ്ണ് വന്നാലോ എന്നൊരു പേടി. എന്നാ കാര്യം ചെയ്തോ, ചെലപ്പോ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല.